സോളമൻ പ്രവാചകൻ ബന്ധപ്പെട്ട ഒരു കഥ പറയാം. പണ്ട് പ്രവാചകനായ സുലൈമാൻ മൃഗങ്ങളോടും പക്ഷികളോടും സംസാരിക്കാനുള്ള കഴിവുൾപ്പെടെ അല്ലാഹുവിൽ നിന്ന് നിരവധി അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ മനുഷ്യരും ജിന്നുകളും പക്ഷികളും മൃഗങ്ങളും ഉണ്ടായിരുന്നു. ഒരു ദിവസം സുലൈമാൻ നബി തന്റെ സൈന്യവുമായി യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹം ഒരു താഴ്വരയിലെത്തിയപ്പോൾ അവിടുത്തെ ഉറുമ്പുകൾ സംസാരിക്കുന്നത് കേട്ടു. ഉറുമ്പുകളുടെ രാജ്ഞി മറ്റ് ഉറുമ്പുകളോട് പറയുന്നുണ്ടായിരുന്നു, ഉറുമ്പുകളെ, നിങ്ങൾ നിങ്ങളുടെ വാസസ്ഥലങ്ങളിലേക്ക് വേഗം പ്രവേശിക്കുക. സുലൈമാൻ നബിയും അവിടുത്തെ സൈന്യവും നിങ്ങളെ അറിയാതെ ചവിട്ടി നശിപ്പിക്കാതിരിക്കട്ടെ. ഉറുമ്പിന്റെ ഈ സംസാരം കേട്ടപ്പോൾ സുലൈമാൻ നബി പുഞ്ചിരിക്കുകയും സന്തോഷത്തോടെ ചിരിക്കുകയും ചെയ്തു. അദ്ദേഹം ഉറുമ്പിന്റെ സംസാരത്തെക്കുറിച്ചും തന്റെ പ്രജകളോടുള്ള അതിന്റെ കരുതലോടെയുള്ള വാക്കുകളെക്കുറിച്ചും അല്ലാഹുവിനോട് നന്ദി പറഞ്ഞു. സുലൈമാൻ നബി അല്ലാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: എന്റെ രക്ഷിതാവേ, എന്റെ മാതാപിതാക്കൾക്കും എനിക്കും നീ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനും നീ തൃപ്തിപ്പെടുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാനും എന്നെ സഹായിക്കണമേ. നിന്റെ കാരുണ്യം കൊണ്ട് സജ്ജനങ്ങളിൽ എന്നെ ഉൾപ്പെടുത്തണമേ. ഈ സംഭവം ഖുർആനിലെ സൂറത്തുൽ നംൽ ഉറുമ്പ് എന്ന അധ്യായത്തിൽ പറയുന്നുണ്ട്. ഈ കഥ സുലൈമാൻ നബിയുടെ വിനയത്തെയും അല്ലാഹുവിനോടുള്ള നന്ദിയെയും എല്ലാ സൃഷ്ടികളോടും ഏറ്റവും ചെറിയ ഉറുമ്പിനോട് പോലും അദ്ദേഹം കാണിച്ച കരുണയും ദയയും എടുത്തു കാണിക്കുന്നു.